ഇന്നത്തെ വീഡിയോ മുട്ടയിൽ വെറൈറ്റി ഐറ്റംസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വെറൈറ്റി മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഈ മുട്ടക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടി എന്നത്തെയും പോലെ തന്നെ പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നാൽ ചെറുതായി കട്ട് ചെയ്തെടുത്ത 4 സവാള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള വേഗം ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടി 1/4 ടേബിൾ സ്പൂൺ കല്ലുപ്പും കൂടെ ഇട്ട് കൊടുത്ത് സവാള നന്നായി ഒന്ന് വാട്ടിയെടുക്കണം. സവാള വാടി വന്നാൽ 2 തക്കാളി കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് ഏകദേശം വാടി വന്നാൽ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുമൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു 1/4 പോർഷൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത് നല്ല ഫൈനായി ഒന്ന് അരച്ചെടുക്കാം. ബാക്കിയുള്ള മിക്സിയിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വാട്ടിയെടുക്കാം. ഇതിലേക്ക് അരച്ചെടുത്ത അരപ്പ് കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. മസാല തിളച്ച് വരുമ്പോഴേക്കും നമ്മൾക്കൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. കൂടുതൽ മുട്ട വേണ്ടവർക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 മുട്ടയെ എടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തിളച്ചു വന്ന കറിയിലേക്ക് മിക്സ് ചെയ്തെടുത്ത് വെച്ച മുട്ട 1 ടേബിൾ സ്പൂണായി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ടേബിൾ സ്പൂണിൽ തന്നെ ഒഴിച്ചു കൊടുക്കണേ. ഒന്നായി ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒഴിച്ചു കൊടുത്ത കറിക്ക് കറക്റ്റ് ടെക്സ്ചർ കിട്ടില്ല കേട്ടോ. ഇതുപോലെ 1 ടേബിൾ സ്പൂൺ ആയി തന്നെ ഒഴിച്ചു കൊടുക്കണം. മിക്സ് ചെയ്ത് വെച്ച മുട്ട ഫുള്ളായി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് വേവിച്ചെടുത്ത ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം മുട്ടയൊക്കെ നന്നായി വെന്ത് കറി നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടെക്സ്ചറിലായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അവസാനം ഇത്തിരി മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി വെറൈറ്റി ആയിട്ടൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.